നമസ്കാരം. ഗുരു മുനി നാരായണ പ്രസാദിനെ പറ്റി ഗുരു നിത്യചൈതന്യയതി എഴുതിയത് ഇവിടെ ഞാൻ വായിക്കുന്നു. 1954 ഞാൻ വിവേകാനന്ദ കോളേജിൽ നിന്നും വിരമിച്ച് വർക്കല ഗുരുകുലത്തിൽ താമസിക്കുന്ന കാലത്ത് അസാധാരണനായ ഒരു ആദർശശാലി നടരാജഗുരുവിനെ സന്ദർശിക്കുവാനായി വരികയുണ്ടായി. അദ്ദേഹത്തിൻ്റെ പേര് മരുതൻ വിളാകത്ത് കുഞ്ഞുകൃഷ്ണൻ എന്നായിരുന്നു. വക്കം സ്വദേശിയാണ്. വളരെ കാലം സിംഗപ്പൂരിൽ താമസിച്ചിരുന്ന അദ്ദേഹം വക്കത്ത് സിവിൽ എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനത്തിൻ്റെ ഉടമയാണെന്ന് പറഞ്ഞു. സന്ദർഭവശാൽ ഗുരു അദ്ദേഹത്തോട് വർക്കല നാരായണഗിരിയിൽ ബ്രഹ്മവിദ്യാ മന്ദിരം പണിയുന്നതിനെ പറ്റി പറഞ്ഞു. അതിൻ്റെ പ്രാഥമികമായ പണികൾ കുഞ്ഞുകൃഷ്ണൻ തന്നെ ചെയ്തു കൊള്ളാമെന്ന് ഏൽക്കുകയും ചെയ്തു. ഗുരു നാരായണഗിരി സർവേ ചെയ്ത് അതിൻ്റെ ഗ്രേഡിയൻസ് പൊതുവെ മനസ്സിലാക്കിയതിനു ശേഷം മുകൾ ഭാഗം വെട്ടി നിരത്തിയിട്ട് ബ്രഹ്മവിദ്യാ മന്ദിരത്തിനുള്ള അടിസ്ഥാനം കെട്ടാൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം. അതിനുവേണ്ടി വക്കത്തു നിന്നും കോലും കണ്ണാടിയും ചങ്ങലയും ഒക്കെ കൊടുത്ത് തൻ്റെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളെ അയക്കുകയുണ്ടായി. കൂട്ടത്തിൽ 12 വയസ്സുണ്ടെന്ന് തോന്നിക്കുന്ന ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ മതിച്ചതിലും അധികം പ്രായം ആ കുട്ടിക്കുണ്ടായിരുന്നു. SSLC പാസ്സായിട്ട് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുവാൻ നഗരൂരിൽ നിന്നെത്തിയ പ്രസാദ് എന്നൊരു കുട്ടിയായിരുന്നു അയാൾ. ബാലനെന്ന് തോന്നിയിരുന്നെങ്കിലും പ്രസരിപ്പുള്ള ഒരു കുമാരനായിരുന്നു. നല്ല സ്നേഹമുള്ള പ്രകൃതം, ആകർഷണീയമായ ചിരി എനിക്ക് വളരെ ഇഷ്ടമായി. അന്ന് 4 കുഞ്ഞുങ്ങളെ എവിടെയെങ്കിലും കണ്ടാൽ ഒരു ഗുരുകുല ബാലലോകം ഉണ്ടാക്കണം എന്ന ഭ്രാന്തായിരുന്നു എനിക്കുണ്ടായിരുന്നത്. വക്കത്ത് ഒരു ഗുരുകുല ബാലലോകം ഉണ്ടാക്കാമെന്ന് പ്രസാദ് സമ്മതിച്ചു. അതുകൊണ്ട് മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും ഞാൻ അവിടെ പോകും. കുഞ്ഞുകൃഷ്ണൻ സാറിൻ്റെ മക്കളും അയൽപ്പക്കത്തെ കുട്ടികളുമാണ് ബാലലോകത്തിലെ അംഗങ്ങൾ. ഞാൻ അവിടെ പോയി കുട്ടികളെയെല്ലാം ചുറ്റിനുമിരുത്തി ലോമഹർഷനെ പോലെ കഥ പറയും. അപ്പോഴെല്ലാം പ്രസാദിന്റെ കണ്ണിൽ സന്തോഷം കൊണ്ടും അത്ഭുതം കൊണ്ടും നക്ഷത്രം വിരിയും. ഒരു കൊച്ചനിയനോട് തോന്നുന്ന മമത എനിക്ക് പ്രസാദിനോട് തോന്നി. എന്നോട് പ്രസാദിന് തോന്നിയ സ്നേഹം മനസ്സിലാക്കി വക്കത്തുള്ള കുട്ടികൾ കൂടെ കൂടെ പ്രസാദിനോട് പറയും, അതാ സ്വാമി വരുന്നു. പ്രസാദ് ഓടിപ്പോയി ബാലലോക സമ്മേളനത്തിന് ഒരുക്കം നടത്തും. പിന്നീടാണ് കുട്ടികൾ തന്നെ കളിപ്പിക്കുകയാണ് ചെയ്തത് എന്ന കാര്യം മനസ്സിലാവുക. പ്രസാദ് നഗരൂർക്കാരനാണ്. അച്ഛൻ മാധവൻ എന്നു പേരുള്ള സന്മതിയായ ഒരു അധ്യാപകൻ. ബ്രഹ്മവിദ്യാമന്ദിരത്തിൻ്റെ കുന്ന് വൃത്തിയാക്കുന്ന കാര്യത്തിൽ കുഞ്ഞുകൃഷ്ണൻ സാർ നയിക്കുന്ന പാർട്ടിയിലെല്ലാം പ്രസാദ് കാണും. സിവിൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എടുത്തതിന് ശേഷം പ്രസാദ് വർക്കല ഗുരുകുലത്തിൽ താമസിച്ചുകൊണ്ട് തനിക്കു കിട്ടിയ ഡ്രാഫ്റ്റ്സ്മാൻ പണിക്കായി ദിവസവും കാലത്തെ തീവണ്ടിയിൽ കൊല്ലത്തു പോകും. വൈകിട്ട് മടങ്ങിയെത്തും. അതെനിക്ക് ആശ്വാസമായി. ഗുരുകുലത്തിൻ്റെ പല ചുമതലകളും പ്രസാദിനെ ഏൽപ്പിച്ചിട്ട് അവിടെയും ഇവിടെയും ഒക്കെ യാത്ര ചെയ്യാമെന്നായി. ഞാൻ സർവതന്ത്ര സ്വതന്ത്രനായി വിഹരിച്ചിരുന്ന കാലം അത്രയും എൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ ചുമടും പേറിക്കൊണ്ട് വർക്കലെ തന്നെ കഴിഞ്ഞത് പ്രസാദാണ്. ഗുരുകുല പ്രസ്ഥാനത്തിലും ഗുരു എഴുതിക്കൊണ്ടിരുന്ന സാഹിത്യത്തിലും വളരെ ആകൃഷ്ടനായി തീർന്ന പ്രസാദ് തൻ്റെ ഇംഗ്ലീഷ് ഭാഷാജ്ഞാനവും മലയാള ഭാഷാജ്ഞാനവും സ്വയമേ പഠിച്ചു വർദ്ധിപ്പിച്ച്
പര്യാപ്തത നേടുന്നതിനിടയ്ക്ക് ഹിന്ദിയും സംസ്കൃതവും വശമാക്കാൻ കിട്ടിയ അവസരമൊന്നും പാഴാക്കിയില്ല. ഇടയ്ക്കും മുറയ്ക്കും നടരാജഗുരു വർക്കല വന്ന് താമസിക്കുമ്പോൾ ഗുരുവിന്റെ ശുശ്രൂഷയ്ക്കായി പ്രസാദിനെ കൂടിയാണ് നിയോഗിക്കാറുണ്ടായിരുന്നത്. ഗുരുവിനും പ്രസാദിന്റെ പ്രസരിപ്പും ബുദ്ധിശക്തിയും പ്രശംസനീയമായി തോന്നി. അങ്ങനെ ഗുരുവുമായിട്ട് നേരിട്ടുള്ളൊരു വേഴ്ച പ്രസാദിനുണ്ടാക്കുവാനും കഴിഞ്ഞു. എന്നാൽ അക്കാലത്ത് റൂസോയുടെ എമിലിനെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രസാദിനെ പറ്റി എന്നോട് പറയുമ്പോൾ നിത്യന്റെ പ്രസാദ് എന്ന് ഗുരു പറയുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ താവളം ബോംബെയിലേക്ക് മാറ്റി. അതിനിടയ്ക്ക് തുടങ്ങി വെച്ചിരുന്ന ഗുരുകുലം മാസികയുടെ പത്രാധിപത്യം പ്രസാദിലേക്ക് മാറ്റി. ലേഖനങ്ങൾ എഴുതി പരിചയമില്ലാത്ത പ്രസാദിന് ഇത് താങ്ങാനാവാത്ത ഭാരമാണെന്ന് കണ്ടപ്പോൾ മാസിക നിർത്തിക്കളയാമെന്ന് ഞാൻ തീരുമാനിച്ചു. എന്നാൽ മാസിക നിർത്തുകയല്ല എന്ന് പ്രസാദ് വാശി പിടിച്ചു. അങ്ങനെ ലേഖനങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണ്ടാക്കി മാസിക മുന്നോട്ട് കൊണ്ടുപോയി. വാല്യൂസ് മാസികയിലെ ലേഖനങ്ങൾ ചിലപ്പോഴൊക്കെ തർജ്ജമ ചെയ്തും ഞാൻ തുടങ്ങി മുടങ്ങിയതെല്ലാം മുടക്കിയിടത്ത് നിന്ന് ഏറ്റുവാങ്ങാനും പ്രസാദിന് ധൈര്യമുണ്ടായി. നടരാജഗുരുവിന്റെ ആത്മകഥ, ആത്മോപദേശ ശതകം വ്യാഖ്യാനം, വേർഡ് ഓഫ് ദ ഗുരുവിന്റെ തർജ്ജമ, ഇതെല്ലാം മംഗലാനന്ദ സ്വാമിയും ഞാനും നിർത്തിയിടത്ത് നിന്നും പ്രസാദ് ഏറ്റുവാങ്ങി മുമ്പോട്ട് കൊണ്ടുപോയി. അത് അദ്ദേഹത്തിന്റെ ഭാഷാ ശൈലിയെ പ്രൗഢവും ശക്തവും ആക്കാൻ വളരെ സഹായിച്ചു. വർക്കല ഗുരുകുല വിദ്യാർത്ഥി ഹോസ്റ്റലായിരുന്നു എനിക്കെന്നും ഒരു പേടി സ്വപ്നമായിരുന്നത്. വളരെ പ്രയാസത്തോടെ അതിൻ്റെ ചുമതലയും പ്രസാദ് ഏറ്റെടുത്തു. കൊല്ലത്തും തിരുവനന്തപുരത്തും ചില പ്രസ്സുകളിലായി നടത്തിക്കൊണ്ടിരുന്ന അച്ചടി ഏറ്റവും വലിയ പ്രയാസമായി തോന്നിയപ്പോഴാണ് വർക്കല ഗുരുകുലത്തിൽ തന്നെ മംഗലാനന്ദ സ്വാമിയുടെ പേരിൽ മംഗള പ്രസ് തുടങ്ങിയത്. പ്രസിന്റെ ചുമതലയും പ്രസാദിന്റെ ചുമലിൽ തന്നെ വന്നു ചേർന്നു. അങ്ങനെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഒരു കുടുംബം നടത്തുന്ന കുടുംബനാഥനായി ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ടി വന്ന പ്രസാദിന് അനുഭവിക്കേണ്ടി വന്നത് വന്ദനത്തേക്കാൾ നിന്ദയാണ്. ചിലപ്പോൾ ഒരു വരട്ട് മൂപ്പീനെ പോലെ കർക്കശമായ ഭാഷ പറയുവാനും ഉപദ്രവകാരികളായ ചില സന്ദർശകരെയും അന്തേവാസികളെയും പുറത്താക്കുവാനും പ്രസാദിനെയാണ് ആയുധമാക്കിയിട്ടുള്ളത്. അപ്രകാരം പുറത്തു പോകുന്നവരുടെ പ്രാക്കുകളും പരാതികളും കടുത്ത വാക്കുകളും കൂടെ കൂടെ കേൾക്കുക അസഹനീയമായിരുന്നെങ്കിലും പ്രസാദ് അതെല്ലാം പല്ലു കടിച്ചു പിടിച്ചു സഹിക്കുക തന്നെ ചെയ്തു. ആദ്യമെല്ലാം ഹോസ്റ്റലിലെ കുട്ടികളെ ഭരിക്കുന്നത് പ്രയാസമായിരുന്നെങ്കിലും കുട്ടികൾക്ക് പ്രസാദും പ്രസാദിന് കുട്ടികളും ഏറെക്കുറെ കണ്ണിലുണ്ണികളായി മാറി എന്നു പറയാം. സമീപവർത്തികളായിരുന്ന ശിവഗിരി ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, SN കോളേജിലെ അധ്യാപകരായിരുന്ന കെടാകുളം കരുണാകരൻ, കുമ്മിൽ സുകുമാരൻ, ഒരു കാലത്ത് നാരായണ ഗുരുവിന്റെ അന്തേവാസിയായിരുന്ന VK ശാസ്ത്രി വൈദ്യർ, ഇവരൊക്കെ പ്രസാദിനോട് വളരെ സ്നേഹത്തോടെ വർത്തിച്ചിരുന്നതുകൊണ്ട് നല്ല അയൽക്കാർ ഉണ്ടായിരുന്നു എന്ന് പറയാം. എല്ലാ കാര്യത്തിലും വിശ്വാസപൂർവം ഉത്തരവാദിത്വം ഏൽപ്പിച്ചു കൊടുക്കാം എന്ന് ഗുരുവിന് ബോധ്യമായപ്പോൾ ഗുരു നേരത്തെ എഴുതിവെച്ച വിൽപത്രം മാറ്റി എഴുതേണ്ടി വന്നു. ആദ്യത്തെ വിൽപത്രപ്രകാരം ഗുരു പരമ്പരയിൽ ഉണ്ടായിരുന്നത് നടരാജഗുരുവിന് ശേഷം ഗുരുപീഠത്തിലേക്ക് വരേണ്ടതായ ജോൺ സ്പിയേഴ്സ്, മംഗലാനന്ദ സ്വാമി, നിത്യചൈതന്യയതി എന്നിവരായിരുന്നു. അതിൽ ജോൺ സ്പിയേഴ്സ് ഏതോ തെറ്റിദ്ധാരണ കാരണം ഗുരുകുലം വിട്ടുപോയി. മംഗലാനന്ദ സ്വാമി സമാധിയായി. അപ്പോൾ പുതിയ പരമ്പര ഉണ്ടാക്കേണ്ടതായി വന്നു. 1972 ഗുരു അദ്ദേഹത്തിന്റെ വിൽപത്രത്തിന് കോഡിസിൽ എഴുതി. ആ സമയത്ത് ഗുരുവിന്റെ അനന്തരഗാമിയായി എൻ്റെ പേര് വെക്കുകയും അതിനുശേഷം പരമ്പരയിൽ ഉണ്ടായിരിക്കേണ്ടുന്ന സന്യാസിയായി പ്രസാദിനെ നിശ്ചയിക്കുകയും ചെയ്തു.
ആ സ്ഥാനത്തിന് അർഹനായിരിക്കുന്നതിന് സന്യാസിയാകും എന്ന് വിശ്വാസമുള്ള ഒരു ബ്രഹ്മചാരിയായിരിക്കുവാൻ പ്രസാദ് സർവഥാ യോഗ്യനായിരുന്നതുകൊണ്ട് പ്രസാദിന്റെ എൻ പ്രസാദ് എന്ന പേരിനോട് സാദൃശ്യമുള്ള മുനി നാരായണ പ്രസാദ് എന്ന പേര് നടരാജഗുരു തന്നെ നിർദ്ദേശിച്ചു. ആ പേരു തന്നെ ദീക്ഷാനാമമായി കൊടുക്കുകയും ചെയ്തു. എന്നാൽ ഗുരുകുലത്തിലെല്ലാവരും അന്നും ഇന്നും പ്രസാദിനെ പ്രസാദ് അണ്ണൻ എന്നാണ് വിളിക്കുന്നത്. വർക്കല ഇപ്പോൾ കാണുന്ന ബ്രഹ്മവിദ്യാമന്ദിരം അതിൻ്റെ ആദ്യ ശിലയിട്ടതു മുതൽ മേൽക്കൂര ശരിയാകുന്നതുവരെയുള്ള മുഴുവൻ പണികളും വെയിലിലും മഴയിലും കാറ്റിലും വിശ്രമമറിയാതെ നിന്ന് പണിയെടുപ്പിച്ചത് മുനിനാരായണ പ്രസാദാണ്. അദ്ദേഹത്തിൻ്റെ പുരുഷാർത്ഥത്തിൽ ഏറ്റവും വലിയ സ്ഥാനം കൊടുക്കേണ്ടുന്നതായ സ്ഥാപനമാണത്. താൻ പോകുന്ന ദിവസം വരെയും അതിൻ്റെ പണിയിൽ ബദ്ധശ്രദ്ധനായിരുന്ന പ്രസാദ് ദൂരവീക്ഷണമുള്ള ഒരു മഹാനാണ് എന്നത് ഗുരുകുല പ്രസ്ഥാനത്തിനോട് ബന്ധപ്പെട്ടവരെല്ലാം കൃതജ്ഞതയോടെയാണ് സ്മരിക്കുന്നത്. 1989 ജൂണിൽ ഗുരു മുനി നാരായണ പ്രസാദിന് ഫിജിയിലേക്ക് യാത്രയയപ്പ് നൽകിക്കൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൻ്റെ ലിഖിത രൂപം. പൂജ്യ ഗുരു മുനി നാരായണ പ്രസാദിന് പ്രണാമം, ആത്മപ്രണാമം. ഓം ശാന്തി ശാന്തി ശാന്തി.